നിർണായകമാണ് നിഷാദ്. മധ്യകേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് ചായും ഇക്കുറി എന്നുള്ളത്. കാരണം കേരള കോൺഗ്രസുകളെക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി BJP കളം പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ എന്ത് ഫലം, എന്ത് റിസൾട്ട് ഉണ്ടാക്കും BJP എന്നുള്ളതും നിർണായകമാണ്. അതല്ല ആ പ്ലാൻ പൊളിയുമോ എന്നുള്ളതും നിർണായകമാണ്. ശരി, എന്തായാലും ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കയറാനുള്ള ശ്രമം BJP കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വരികയും അവർക്ക് ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടാവുകയും ചെയ്തത്. അനൂപ് ആന്റണിയെ കൊണ്ടുവന്ന് ഇദ്ദേഹം നടത്തിയിട്ടുള്ള, രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, കൂടുതൽ സ്ഥാനാർത്ഥികളെ അവിടെ അവതരിപ്പിക്കൽ, കാസ പോലെയുള്ള സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇവയൊക്കെ എന്തുമാത്രമാണ് പ്രയോജനപ്പെടുക? അതോ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിയായ BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന്റെ പശ്ചാത്താപം ചില ശക്തികളിലുണ്ടോ? അത് പ്രവർത്തിക്കുകയാണോ? അതോ അത് കൂടുതൽ ആവേശത്തോടെ BJPക്ക് തന്നെ ഗുണപരമായി മാറുകയാണെന്ന് ചോദ്യം അവിടെയുണ്ട്. മുന്നണികളെ കുറിച്ച് മാത്രമല്ല, നേതാക്കന്മാരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. VD സതീശനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം കേരളമൊട്ടാകെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല, കേരളത്തിന്റെ മുക്കുമുന്നിൽ നടക്കുന്ന ഒരു ഹൈപ്പർ ലോക്കൽ ഇലക്ഷൻ, അതിനകത്ത് അസംബ്ലി ഇലക്ഷനും തൊട്ടു മുമ്പുള്ള ഇലക്ഷൻ, ആ ഇലക്ഷനിൽ സകല വിവാദങ്ങളെയും മറികടന്നുകൊണ്ട് സതീശന്റെ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ അദ്ദേഹത്തിന്റെ മികവ് പ്രകടമാക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. കോൺഗ്രസ് പല വിധത്തിലുള്ള വൈതരണികളെ മറികടന്നുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ഈ നിമിഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് പ്രധാനമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനപ്പെട്ടതാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. പല സംഘടനകളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളിൽ ഞങ്ങളുടെ പേര് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ തരത്തിലുള്ള മോശം സംഗതി അത് പ്രവർത്തിക്കാൻ പോകുന്നില്ല കേരളത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആരെല്ലാമോ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്ന് കാണുക. കൂടുതൽ കക്ഷികൾ വലിയ അവകാശവാദമായിട്ട് വരുന്നു. അങ്ങനെ പല പല അതോടൊപ്പം തന്നെ ഏറ്റവും നമ്മൾ പരാമർശിക്കപ്പെടാതെ പോയ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർധനവ്. അത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കും? ആ പ്രഖ്യാപനം കൊണ്ട് LDFന് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ക്ഷേമ പെൻഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ട് അത് ഫലം ചെയ്തില്ല എങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് LDFന് വലിയ ബാലികേറാമലയായി മാറും. പക്ഷേ അതല്ല, അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സുഗമമായി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനും കഴിയും. ശരി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, സർക്കാർ കൊണ്ടുവരുന്ന ഈ വെൽഫെയർ പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന സംഗതി, രണ്ടാം സർക്കാർ പ്രൊജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യുന്ന കിഫ്ബി വികസന പദ്ധതികൾ, റോഡുകൾ. രണ്ടാമത്തേത് പൊളിറ്റിക്കലി സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന മുസ്ലിം ലീഗും SDPIയും ഒക്കെ ചേർന്ന മുസ്ലിം UDFനെ വിജയിപ്പിക്കണോ എന്ന ചോദ്യം. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ അനൗൺസ്മെന്റ് കണ്ടു. UDF ജമാഅത്തെ ഇസ്ലാമി, SDPI, ഹിസ്ബുൾ മുജാഹിദീൻ എന്നൊക്കെ പറയുന്ന സംഘടനകളെ പോറ്റി വളർത്തുന്ന പാർട്ടിയാണ് എന്ന മറ്റുള്ള അനൗൺസ്മെന്റ് തെരുവുകളിലൂടെ പോകുന്ന കണ്ടു. അപ്പൊ അവിടെ പരമാവധിയിൽ ആ നിലയ്ക്കുള്ള ഒരു ചാപ്പയ്ക്കുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഒന്ന് ആ നിലയ്ക്കുള്ള എഞ്ചിനീയറിംഗ്, രണ്ടാമത്തത് ക്ഷേമ പെൻഷൻ പ്ലസ് ഞങ്ങളുടെ വികസന മോഡൽ. ഇതിന് ഇത്തവണ വിജയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം LDF മുമ്പിൽ ഒരു ചോദ്യമാണ്. കാരണം അവർ അവസാനത്തെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇപ്പുറത്തെ കോൺഗ്രസ് ഒരു പഞ്ചായത്ത് ഇലക്ഷനാണ്. ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉണ്ടാക്കാൻ, ഡോർ ടു ഡോർ കണക്ട് ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും ഒരു ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് മുന്നണികൾക്കും. കാരണം ഒരു തോൽവിയുടെ സൂചന, അടുത്ത അസംബ്ലിയിലെ തോൽവിയുടെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് തരുന്നതെങ്കിൽ LDFനെ, ലെഫ്റ്റിനെ, CPIMനെ സംബന്ധിച്ച് രാജ്യത്ത് അവർക്കുണ്ടാക്കുന്ന തിരിച്ചടി ചേർത്തല്ല, രാജ്യത്ത് UDFനെ സംബന്ധിച്ച് ഇനിയൊരു തോൽവി, അവർക്ക് വലിയൊരു തോൽവി താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. നമ്മളെന്തായാലും